യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പൊ പാലക്കാട് MLA. അത് ഒരിക്കലും രാജിവെച്ചൂടെ. പ്രണായി രാജിവെച്ചെങ്കിലേ പറ്റുള്ളൂ. എങ്കിലേ കൊച്ചു കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും അവരെ പാർട്ടിക്കാർക്ക് മാത്രമേ എവിടെയും ജോലിയുള്ളൂ, എവിടെ സ്ഥാനമുള്ളൂ. നമ്മളെല്ലാം ചെന്ന് മുട്ടണ സ്ഥലത്തെല്ലാം ഈ പ്രണായി അടച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലം. ഇപ്പൊ ഒരു കിലോ അരിയ ഒരു തലയിൽ തേക്കാൻ ഒരു എണ്ണ മേടിച്ച് തേക്കാനുള്ള നിവർത്തിയില്ലേ മക്കളെ? ആ കണ്ടീഷനായി. നമുക്ക് രാജിവെക്കേ വേണ്ട, യോജിപ്പില്ല. ഈ പ്രണായി രാജിവെച്ച് പോട്ടെ, നമുക്ക് ഈ നാട് നന്നാവട്ടെ. അവര് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോഴും നമുക്ക് നാഴിയൊരു വെള്ളമെങ്കിലും മേടിച്ച് കുടിക്കാൻ കിട്ടും. അതേ നമ്മൾ പറയണോളൂ. അല്ല ഇത് യമനെ ഇവിടുന്ന് തള്ളി തൂത്തടിച്ച് കളയണം. വീറും പന്നയാണ്, വീറും അടിക്കുകയാണ്. നമ്മൾ എവിടെ ചെന്നാലും ഒരു പഠിക്കാൻ അവരെ ആൾക്കാർക്ക് മാത്രം ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കുള്ളൂ. എല്ലാവരും ഒരു രോഗിയോട് ചെന്ന് കരഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ഇപ്പൊ അവർക്ക് മാത്രം, അവരെ പാർട്ടിക്കാർ, അവര് നിയമിക്കുന്ന ആൾക്കാർ, അവര് വെക്കുന്ന ആൾക്കാർ, അവര് കൈക്കൂലി വേടുപ്പ്, അവര് പല പ്രശ്നം കൊണ്ടും ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നന്നാക്കാൻ കോൺഗ്രസ്സുകാർ ആരെങ്കിലും അത് നന്നാക്കുള്ളൂ. ഇത് ഭരണം മാറി വരണം എന്നാണ്. ഭരണം മാറി വരുമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വിഘ്നേശന് തേങ്ങോരടിക്കും. ഈ ഭരണം മാറി കോൺഗ്രസ് ഭരണം വരണം. കോൺഗ്രസ് ഭരണോ BJP ഭരണം വന്നാലും വേണ്ട, ഈ ഭരണം മാറരുത്. അതാ നശിച്ച അബദ്ധങ്ങൾ വന്നെങ്കിലേ ഈ പാവപ്പെട്ട നമ്മളായ നമുക്ക്, ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ്, ഒരു നാഴി എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യാത്ത ചീത്തവിളിയും അട്ടഹാസവും പ്രശ്നവും നമ്മളെ നാഴി എനിക്ക് ഇവിടെ മേടിക്കാൻ മാനസിക കൊണ്ട് എല്ലാം കൊണ്ട് തകർന്നിരിക്കുകയാണ് ഈ പാർട്ടിക്കാരെ കാരണം. നമ്മൾ എന്ത് വേണോന്ന് വെച്ചാൽ അതുകൊണ്ട് ഭരണം വരട്ടെ, അവര് തന്നെ വരണേ. നമ്മൾ വിഘ്നേശനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണം മൊത്തം തൂത്തടിച്ച് വെളിയിൽ പോട്ടെ എന്ന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല പൊന്നുമോനെ. ഇത് തന്നെ വരട്ടെ, യവത്തുങ്ങൾ തൂത്തടിച്ച് പോട്ടെ, രാജീവ് ഗാന്ധി ഭരിച്ചു വരട്ടെ, നമുക്ക് നന്മ കിട്ടട്ടെ, അത്രേ പറയണു. രാഹുലിനെ താഴെ ഇറക്കാൻ, രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കാൻ നടന്ന സഖാക്കൾക്ക്, അടിമകൾക്ക് അവസ്ഥ ഇതാണ്. കാരണം ജനം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനം മടുത്ത് ആകെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടത് രാഹുലല്ല, രാഹുൽ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇറങ്ങിപ്പോകേണ്ടത് ഈ നാട് മുടിപ്പിച്ച പിണറായിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ജനം. ഏതൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്? ആളുകൾക്ക്, പൊതുജനത്തിന്, അടിമകൾക്കല്ലാത്ത വേറെ എല്ലാ ജനങ്ങൾക്കും, അടിമകൾക്ക് മാത്രമേ ഇപ്പോഴും കണ്ണു തുറക്കാത്തതുള്ളൂ. അടിമകൾ അടിമകളായിട്ട് തന്നെ ജീവിക്കും. ഈ അടിമകൾ മരിക്കുന്നതിന്റെ തലേദിവസം ഈ രാജാവിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ മരണത്തെ മുന്നിൽ കാണുമ്പോഴും അടിമകൾ അടിമകളായി തന്നെ തുടരാനാണ് ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ, അല്ലെങ്കിൽ രാഹുലിനെതിരെ ഉടലെടുത്തിരിക്കുന്ന വിവാദങ്ങളിൽ എന്താണ് അഭിപ്രായം അമ്മച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിയാത്ത, തൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മമാരടക്കം പറയുന്നു രാജിവെച്ചിറങ്ങേണ്ടത് രാഹുലല്ല രാജിവെച്ചിറങ്ങേണ്ടത്. നമ്മൾ ഇന്നലെയും ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മൾ ഇതേക്കുറിച്ച് ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാവുമല്ലോ. കാരണം ഈ പറയുന്ന മാധ്യമങ്ങളും ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലുമൊക്കെ PR ഏജൻസികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന മുറവിളികൾ, അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന മുറവിളികൾ, അതിനപ്പുറം പൊതുജനത്തിന് എന്താണ് പറയാനുള്ളത് ഈ വിഷയങ്ങളിൽ എന്ന് ചോദിക്കുമ്പോൾ ജനം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പറയുന്നു രാജിവെച്ചിറങ്ങേണ്ടതും സ്ഥാനമൊഴിയേണ്ടതും ഭരണം ഒഴിഞ്ഞു പോകേണ്ടതും രാഹുലല്ല. അവിടെ ഇറങ്ങിപ്പോകേണ്ടത് പിണറായി വിജയനാണ്. ഈ പിണറായിയുടെ ഈ പറയുന്ന ഭരണം കൊണ്ട് ജീവിക്കാൻ വകയില്ലാതെയായിരിക്കുന്നു ജനങ്ങൾക്ക്. നിങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 2016 കാലഘട്ടത്തില് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അന്നൊക്കെ നിങ്ങൾ കേട്ടതാണ് പിണറായി വിജയന്റെ സംസാരം. അന്നം കഴിക്കുന്നവരല്ലേ നിങ്ങള്, എവിടെ ചെന്നെത്തിയിരിക്കുന്നു ഇതെന്ന് ചോദിക്കുന്ന പിണറായി വിജയൻ. അതാണ് ആ അമ്മച്ചി പറഞ്ഞത്. എവിടെ ചെന്നെത്തിയിരിക്കുന്നു? ഒരു തുള്ളി വെളിച്ചെണ്ണ തലയിലിടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തി നിൽക്കുക. അതൊരു ഭാഗത്ത് അവിടെ നിൽക്കുമ്പോ ഇപ്പുറത്ത് സ്വജനപക്ഷപാതവും കൊള്ളയും കൊള്ളിവെപ്പും അയ്യപ്പന്റെ മുതൽ പോലും കട്ടുകൊള്ളയടിക്കുന്ന ഒരു ടീം.
എന്നിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള കഴിവുള്ള യുവജന നേതാക്കളെ തിരഞ്ഞു പിടിച്ച് പെണ്ണു കേസിൽ കൊടുക്കുക. ഏതുപോലെ നമ്മളെ പണ്ട് അതിനെക്കുറിച്ച് സത്യനന്ദിക്കാടും കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. എന്താ സത്യനന്ദിക്കാട് പറഞ്ഞത്? ആ കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ പഴയ പൊളിറ്റിക്കൽ അന്ന് സന്ദേശം സിനിമയിൽ പറഞ്ഞ ആ രാഷ്ട്രീയ ഘട്ടത്തിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല. അത് തന്നെയാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നതും. ജനങ്ങൾക്ക് ആ കാര്യത്തിൽ വ്യക്തമായ ബോധ്യമുണ്ട്. നല്ല കഴിവുള്ള നല്ല പ്രാപ്തിയുള്ള ഒരു യുവ നേതാവാ. ആ നേതാവിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നെറികെട്ട നാണം കെട്ട കളി കളിച്ചത് ഈ സഖാക്കൾ അടിമകളാ. പക്ഷേ അവരെ വെച്ച ആപ്പ്, അവര് പണിത പണി, അത് ഇന്ന് അവർക്ക് തന്നെ തിരിച്ചടിക്കാവുകയാണ്. ജനം തിരിച്ചറിയുന്നു, ജനം വിധി എഴുതും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ. ജനം വിധി എഴുതും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ജനം വിധി എഴുതുക തന്നെ ചെയ്യും. കാരണം അത്രയേറെ ജനം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനപ്പുറം ഈ പറയുന്ന പരാജയങ്ങള്, ഈ പറയുന്ന കഴിവുകേട്, ഈ നട്ടല്ലില്ലായ്മ അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള വലിയ ഒരു ഇര രാഹുലായിരുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും അതിൽ നിന്ന് വിട്ടിട്ടില്ല മാധ്യമങ്ങള്. എന്താ കാരണം? കാരണം പിണറായിയുടെ ഈ പറയുന്ന പരാജയങ്ങള് അത് ചർച്ചയാവാതിരിക്കണമെങ്കിൽ, അതിനെ മറച്ചു വെക്കണമെങ്കിൽ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടമാണ്. ഏറ്റവും വലിയ വിഷയം, ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ കൊത്തിക്കീറാൻ ഇങ്ങനെ സമയം തക്കവും പാത്ത് നടക്കുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെ ഒരു ഉദാഹരണം ഇതൊക്കെ. കഴിഞ്ഞ ദിവസം KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വാർത്താ സമ്മേളനത്തിന്റെ അവസാനം ഈ പറയുന്ന മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. അതിൽ ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യമാണ്, രാഹുലിന്റെ കൂടെ നിയമസഭയിലേക്ക് വന്ന നേമം ഷജീറിനെ നേമത്ത് ഈ പറയുന്ന സ്ഥാനാർത്ഥിയാക്കിയില്ലേ എന്നാണ് ചോദ്യം. എന്താ രാഹുലിന്റെ കൂടെ വന്നതുകൊണ്ട് അയാൾക്ക്, രാഹുലിന്റെ കൂടെ വന്നത് കൊണ്ട് എന്താണ് അയോഗ്യത? നിങ്ങളൊന്ന് പറഞ്ഞ്. രാഹുലിന്റെ കൂടെ അയാൾ വന്നത്, അല്ലെങ്കിൽ അയാൾ രാഹുലിന്റെ കൂടെ പോയത് വല്ല വാണിഭ കേന്ദ്രത്തിലേക്കല്ല. രാഹുലിന്റെ കൂടെ നേമം ഷജീർ പോയത് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്കാണ്. കേരളത്തിന്റെ നിയമസഭയിലേക്കാണ് പോയത്. ആ നിയമസഭയിൽ ഇരിക്കാൻ ഒരു മെമ്പർ എന്ന രീതിയിൽ രാഹുലിന് ഒരു അയോഗ്യതയുമില്ല. നിങ്ങളല്ല ഭരിക്കുന്നത്, നിങ്ങളുടെ സ്പീക്കർ. ആ സ്പീക്കർ രാഹുലിനെ അവിടെ നീ ഇരിക്കരുത്, നീ അയോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുകയോ ഡിസ്ക്വാളിഫൈ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇന്നും രാഹുൽ ഈ പറയുന്ന നിയമസഭയിലെ മെമ്പറാണ്. ആ നിയമനിർമ്മാണ സഭയിലേക്കാ പോയത്, അല്ലാതെ വല്ല ഈ പറയുന്ന വാണിഭ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ വല്ല ഹോട്ടൽ മുറിയിലേക്കോ അല്ല പോയത്. ഏതുപോലെ ജയരാജനൊക്കെ പല ഹോട്ടൽ മുറിയിൽ പോയിട്ടും പലരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ. തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ പലരെയും പല ഹോട്ടൽ മുറികളിലേക്കും പല റിസോർട്ടുകളിലേക്കും ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഈ രാഹുലിന്റെ കൂടെ നേമം ഷജീർ പോയത് ഹോട്ടൽ മുറികളിലേക്കല്ല. രാഹുലിന്റെ കൂടെ നേമം ഷജീർ പോയത് നിയമനിർമ്മാണ സഭയിലേക്കാ, കേരളത്തിന്റെ നിയമസഭയിലേക്കാ. എന്നിട്ട് ഒരു ചോദ്യം, ഒരു മാധ്യമ പ്രവർത്തകയാണ്, സോ കോൾഡ് മാപ്രകൾ, നമ്മൾ നിരന്തരമായിട്ട് പറയുന്നതാണ്, അജണ്ടകൾ ഫിക്സ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പരിപാടികൾ, അജണ്ടകൾ ഫിക്സ് ചെയ്തുകൊണ്ട് PR ഏജൻസികളായി മാറുന്ന ആളുകൾ, പല സ്ഥാപനങ്ങളും ഈ പറയുന്ന പിണറായി വിജയന്റെ അതേ ഗതികേടിലുള്ള സ്ഥാപനങ്ങൾ. പിണറായി വിജയൻ RSSന്റെ ഏജന്റ് ആകുമ്പോ പിണറായി വിജയന് തിരിച്ച് മക്കളുടെ കാര്യങ്ങളിൽ പല നീക്കുപോക്കുകളും ഈ പറയുന്ന RSSകാർ നടത്തി കൊടുക്കുന്നു അല്ലേ? അതേപോലെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ, നിങ്ങൾ റിപ്പോർട്ടർ TV ഒന്ന് എടുത്ത് പരിശോധിക്കുക. അതിന്റെ മുതലാളി ആന്റോയും ആന്റോയുടെ സഹോദരങ്ങളും ആരാണ്? മുട്ടിൽ മരം മുറി കേസ്, പൊതുമുതല് കൊള്ളയടിച്ച് കോടികൾ ഉണ്ടാക്കിയിട്ട് അതിൽ വിചാരണ നേടുന്ന ക്രിമിനലുകളാ. ആ ക്രിമിനലുകള് ഈ പറയുന്ന PR ഏജൻസികളായി എടുക്കുന്ന പണി എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന മുട്ടിൽ മരം മുറി കേസ് മറച്ചു പിടിക്കണം, അതിൽ നിന്ന് രക്ഷപ്പെടണം, അത് മെല്ലപ്പോക്ക് തുടരണം. ആ കേസിൽ ഒരു നടപടിയും ഉണ്ടാവാൻ പാടില്ല. അതിൽ കോടതിയിലെത്തിയാൽ കോടതിയിലെത്തരുത്, കോടതിയിൽ അത് പരിഗണന വിഷയമാകരുത്. അത് ഇങ്ങനെ നീണ്ടു പോണം. അതിനു വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടർ TV അടങ്ങുന്ന സംഘം PR ഏജൻസികളായി മാറുന്നു. രണ്ടുപകാരം, പിണറായി വിജയന് ഒരു ചെലവുമില്ലാണ്ട് ഇവർ PR വർക്ക് ചെയ്തു കൊടുക്കും. അപ്പുറത്ത് ആന്റോയ്ക്ക് എന്താകും? ഒരു ചെലവുമില്ലാണ്ട് ഈ പറയുന്ന കേസിലെ കാര്യങ്ങളിലും ഒരു നീക്കുപോക്കും നടക്കാതെ അതിങ്ങനെ നീട്ടി കൊണ്ടുപോകാനും കഴിയും.
നിങ്ങൾ കണ്ടതല്ലേ രാഹുൽ വിഷയത്തില് മുന്നിൽ നിന്ന് പട നയിച്ച ആളുകള് ഈ പറയുന്ന ആളുകളാ, റിപ്പോർട്ടർ ടിവിക്കാരാ. എന്നിട്ട് അവസാനം എന്തായി? അവസാനം രാഹുലും പാലക്കാട് വലിയ സജീവമായി എന്ന് മാത്രമല്ല, പൊതുരാഷ്ട്രീയത്തിൽ രാഹുൽ സജീവമാകുന്നത് കാണുമ്പോൾ ഇവർക്ക് കുരുപൊട്ടുകയാ. അതിന്റെ അടിസ്ഥാനത്തിലായി ഇത്തരത്തില് രാഹുലിന്റെ കൂടെ നിയമസഭയിലേക്ക് വന്നതല്ലേ നേമം ഷജീറിനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നത്. അതുതന്നെയാണ് ഈ സാധാരണക്കാർക്കും പറയാനുള്ളത്. ഇറങ്ങിപ്പോകേണ്ടത്, അടിച്ചിറക്കേണ്ടത് ഈ പറയുന്ന പിണറായി വിജയനെയും പിണറായിയുടെ അടിമകളെയുമാണ് എന്ന് പൊതുജനം കരുതുന്നുണ്ടെങ്കിൽ വിജയ, നീ എഴുതി വെച്ചോ, നിന്റെ ഈ പറയുന്ന കസേരയുടെ കാലാവധി അത് എണ്ണിക്കഴിഞ്ഞു, ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞു. ഇനി കുറെ കാലം അതിലിരുന്ന് ഇങ്ങനെ ഞെളിയാമെന്ന് കരുതണ്ട, അടിമകളും കരുതണ്ട. അടിമകൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്, ഒരു തെറ്റിദ്ധാരണ അടിമകൾക്കിടയിലുണ്ട്. ഈ കേരളത്തെ പിണറായി വിജയന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി എന്തോ തീറെഴുതി കൊടുത്തതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈ പറയുന്ന അടിമകൾക്കുണ്ട്. ആ അടിമകള് ആ തെറ്റിദ്ധാരണ മാറിക്കോളും, ജനം വിധി എഴുതും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്താണെങ്കിലും ഇറങ്ങിപ്പോകേണ്ടത് രാഹുലല്ല, ഇറങ്ങിപ്പോകേണ്ടത് ഈ അടിമകളും ഈ അടിമകളുടെ രാജാവും തന്നെയാണ് എന്ന് ജനം കരുതുന്നുണ്ടെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ അതിനുള്ള മറുപടികളാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ഇപ്പോ പുറത്തു വരുന്ന വാർത്തകളും ഈ ജനങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്നുകൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ ആ പാലക്കാട്ട് രാഹുൽ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ 18,000-ൽ വരുന്ന ഭൂരിപക്ഷം അതിലധികം, അതിൽ ഒരു 5,000 മിനിമം ഒരു 5,000 പ്ലസ് മീൻസ് 18 പ്ലസ് 5,000 എത്രയായി? 23,000 പ്ലസ് എന്നുള്ള ഒരു മാർജിനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത്തരത്തിലുള്ള ഒരു ജനസമ്മതിയാണ് ഈ പറയുന്ന വിവാദങ്ങൾക്കും പുകമറകൾക്കും കോലാഹലങ്ങൾക്കും മാധ്യമ വിചാരണകൾക്ക് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് പൊതുജനം നൽകുന്നത്. അത് ഈ പറയുന്ന രാഹുലിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും ആർക്കും വേണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു, ജനം ബോധ്യമുള്ളവരാണ്. ഇറങ്ങേണ്ടത് രാഹുലല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആട്ടി ഇറക്കേണ്ടത് പിണറായി വിജയനെയും പിണറായി വിജയന്റെ അടിമകളെയും കുഴലൂത്തുകാരെയുമാണ് എന്നുള്ള കാര്യത്തിലും ജനത്തിന് യാതൊരുവിധ തർക്കവുമില്ല. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ തെളിയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.